അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രായമായ ആളുകളൊക്കെ സർവ്വസാധാരണമായി പറയാറുണ്ട്, ആ ദിവസം ഒടുവിലത്തെ ബുധനാണോ എന്ന് നോക്ക്. ഒടുവിലത്തെ ബുധനാണെങ്കിൽ അന്ന് പറ്റൂല, അന്ന് ആ കാര്യം നമ്മൾ തീരുമാനം എടുക്കണ്ട എന്ന് പലപ്പോഴും പല ആളുകളും പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒടുവിലെ ബുധൻ അത്ര നല്ലതല്ലേ? എന്താണ് അതിനെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഖമർ സൂറത്തിൽ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫി യൗമി നഖ്സിൻ മുസ്തമിരിൻ. വിട്ടുമാറാത്ത ദുർശകുനത്തിൻ്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് അവരുടെ നേർക്ക് നാം അയക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ സൂറത്തിൽ, ആ ആയത്തിൽ അവിടെ പ്രത്യേകമായ ഒരു ഭാഗത്തെ നമ്മൾ പ്രത്യേകം ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഫി യൗമി നഹ്സിൻ മുസ്തമിരിൻ, വിട്ടുമാറാത്ത ദുഷ്ടഗുണത്തിൻ്റെ ദിവസം എന്നാണല്ലോ അവിടെ പറഞ്ഞത്. അതിനെക്കുറിച്ച് മഹാന്മാരായ തഫ്സീറിൻ്റെ പണ്ഡിതന്മാരും ഒക്കെ വിശദീകരിച്ച് വളരെ വിപുലമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച പല ഹദീസുകളിലും ഒടുവിലത്തെ ബുധൻ നഹ്സാണ് എന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വ അഖ്റജ അൻ മുർദവൈഹി അൻ അനസിൻ ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ അയ്യാമി വ സുഇല അൻ യൗമിൽ അർബിയാഇ ഖാല യൗമു നഹ്സിൻ ഖാലു വ കൈഫ ദാക യാ റസൂലല്ലാഹ് ഖാല അഗ്റക ഫീഹില്ലാഹു ഫിർഔന വ ഖൗമഹു വ അഹ്ലക ആദൻ വ സമൂദ്. ഇബ്നു മുർദവൈഹി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യമുണ്ടായി. ദിവസങ്ങളെക്കുറിച്ച് ചോദ്യമുണ്ടായി, ഓരോ ദിവസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നബിയോട് ചോദ്യമുണ്ടായി. ബുധനാഴ്ചയെക്കുറിച്ചും ചോദ്യമുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് നഹ്സിൻ്റെ ദിവസമാണ്, ബുധനാഴ്ച നഹ്സിൻ്റെ ദിവസമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് എന്തുകൊണ്ടാണ് നബിയെ ബുധനാഴ്ച നഹ്സിൻ്റെ ദിവസമാവാൻ എന്താണ് കാരണം എന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ അള്ളാഹു, ആ ദിവസത്തിൽ അള്ളാഹു ഫിർഔനിനെ നശിപ്പിച്ചു, അവൻ്റെ കൗമിനെയും വെള്ളത്തിൽ മുക്കിക്കൊന്നല്ലോ. അത് ബുധനാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ആദ് സമൂഹത്തെയും സമൂദുകാരെയും ഒക്കെ നശിപ്പിച്ചത് ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ മൊത്തത്തിൽ ബുധനാഴ്ച ദിവസം അത്ര നല്ലതല്ല, അള്ളാഹുവിൻ്റെ അദാബുകൾ ഇറങ്ങിയ ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒടുവിലത്തെ ബുധനാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, മാസത്തിലെ അവസാനത്തെ ബുധനാണ് എന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അദാബുകൾ ഇറങ്ങിയ ദിവസമാണ്. അള്ളാഹുവിൻ്റെ അദാബുകൾ ഇറക്കി പല സമൂഹക്കാരെയും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്ത ദിവസമാണ് അവസാനത്തെ ബുധൻ. അതുകൊണ്ടാണ്
ആ ദിവസം എല്ലാ അവസാനത്തെ ബുധനും നഹ്സുള്ള ദിവസമാണ് എന്ന് ഫി യൗമി നഹ്സിൻ മുസ്തമിരിൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, വിട്ടുമാറാത്ത ദുർശകുനത്തിൻ്റെ ദിവസം എന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയതായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുവാൻ നാം ജാഗ്രത പുലർത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.